SSLC കഴിഞ്ഞ് +1 എത്തി നിങ്ങൾ. പക്ഷെ പല സബ്ജക്റ്റുകളുടെ പേര് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാനല്ലേ. സോഷ്യോളജി എന്ന് കേൾക്കുന്നുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് കേൾക്കുന്നുണ്ടാവും, എക്കണോമിക്സ് എന്ന് കേൾക്കുന്നുണ്ടാവും. ഇങ്ങനെ പല സബ്ജക്റ്റുകളുടെ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സബ്ജക്റ്റിന്റെ പേരിന് ആദ്യമായിട്ട് കേൾക്കുന്നതെങ്കിൽ ഒരു പക്ഷേ സബ്ജക്റ്റിന്റെ ഉള്ളിലുള്ള കണ്ടന്റുകൾ നിങ്ങൾ എത്രമാത്രം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ആദ്യത്തെ ഒരു പ്രശ്നം. ഞാൻ പല കുട്ടികളുടെയും മെസ്സേജ് അയക്കുമ്പോൾ, സാറേ സോഷ്യൽ സയൻസ് തന്നെയാണ് പഠിക്കുന്നത്, പക്ഷേ സോഷ്യൽ സയൻസിന്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും പല പേരിലാണ് അറിയപ്പെടുന്നത്. എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, പൊളിറ്റിക്സ് എന്ന പേരിൽ കാണുന്നുണ്ട്, അങ്ങനെ പല രീതിയിലും കാണുന്നുണ്ട്. ഇനി അതിൽ തന്നെ സാറ് ഓരോ സബ്ജക്റ്റുകളും ചാപ്റ്ററിന്റെ എണ്ണം കൂടുതലുണ്ടെന്നൊക്കെയാണ് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത്. ഒക്കെ കൂടി ആകെ കുട്ടികളുടെ ഒരു ഭയപ്പെടുത്തലാണ് എവിടേക്കോ സംഭവിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ 10 സബ്ജക്റ്റാണ് നിങ്ങൾ SSLCയിൽ പഠിച്ചതെങ്കിൽ, 10ാം ക്ലാസ്സിൽ പഠിച്ചതെങ്കിൽ അതിൽ നിന്ന് ചുരുങ്ങി 6 സബ്ജക്റ്റ് ആയി എന്നുള്ളത് സത്യം തന്നെ. 2 വിഷയം ലാംഗ്വേജിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, അതായത് ഇംഗ്ലീഷും പിന്നെ അതുപോലെ തന്നെ മലയാളം ഓർ അറബി ഏതാണെങ്കിലും ഹിന്ദി, അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ 4 സബ്ജക്റ്റ് പിന്നെ നമുക്ക് കാര്യമായിട്ട് പഠിക്കാറുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും +1 10ാം ക്ലാസ്സിനേക്കാൾ പല കുട്ടികൾക്ക് മാർക്ക് കുറയുന്നു. +2ന്റെ റിസൾട്ട് വരുമ്പോൾ പല കുട്ടികൾക്ക് മാർക്ക് കുറയുന്നു. മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് പൊളിറ്റിക്സിനെ പറ്റിയിട്ടാണ്. പൊളിറ്റിക്സ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന സബ്ജക്റ്റാണ്. അതിലുള്ളത് 20 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 20 ചാപ്റ്ററുകൾ. അത് പാർട്ട് 1, പാർട്ട് 2 എന്നുള്ള രൂപയിൽ. പാർട്ട് 1 എന്തൊക്കെയാണ് പഠിക്കുന്നത്, പാർട്ട് 2 എന്തൊക്കെയാണ് പഠിക്കുന്നത്, അതെങ്ങനെ പഠിച്ചാലാണ് ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് സോഷ്യൽ A+ ആയിരുന്നു, ഇവിടെ ഞങ്ങൾക്ക് പൊളിറ്റിക്സിലും ഇതേപോലെ A+ അല്ലെങ്കിൽ ഫുൾ മാർക്കോ എത്തണം. ഇങ്ങനെ പല കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ. ഇനി 10ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് A+ മിസ്സായി, B+ A ഗ്രേഡ് ആയി, ഇനി അത് +2 നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ പോകും, അവിടെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. നമ്മുടെ ജൂലൈ 13ാം തീയതി തിങ്കളാഴ്ച കൃത്യം 7 മണിക്ക് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പൊളിറ്റിക്സ് എങ്ങനെ പഠിക്കണം, എത്ര ചാപ്റ്ററുകളാണ്, ഒരു വർഷം കൊണ്ട് ഇത്ര 20 ചാപ്റ്ററുകളൊക്കെ പഠിച്ച് തീർക്കാൻ കഴിയോ, അതോ ക്രിസ്മസിന് മുമ്പ് പഠിപ്പിച്ച് സാറ് തീർക്കോ, എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് സെറ്റാക്കി തരും. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമോ, എല്ലാ ഡൗട്ടുകളും എനിക്കറിയാം. നിങ്ങളുടെ ഡൗട്ടുകൾ എന്തൊക്കെയാണ്, ഞാൻ ഈ ഇൻസ്റ്റയിലേക്ക് വന്ന ഡൗട്ടുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യം 7 മണിക്ക് വരുന്ന തിങ്കളാഴ്ച ജൂലൈ 13ാം തീയതിയാണ്, കൃത്യം 7 മണിക്ക്. പക്ഷേ ഇത് വെറുതെ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ കഴിയില്ല. കമന്റ് ബോക്സിൽ ഇത് കയറിയിട്ട് അതിൻ്റെ വെബിനാർ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. സാർ ഇതിന് ഫീസ് ഉണ്ടോ? 0 പൈസ, 1 രൂപ വാങ്ങുന്നില്ലേ. അത് വെറുതെ. ഫീസ് ഉണ്ടല്ലോ, ഞങ്ങൾ കേട്ട സൂപ്പർ ബാച്ചിലൊക്കെ ഫീസ് ഉണ്ടല്ലോ. ഇത് സൂപ്പർ ബാച്ച് അല്ലടാ, സൂപ്പർ ബാച്ചിലാണ് ഫീസ്, ഇത് സൂപ്പർ ബാച്ച് അല്ല. ഇത് നിങ്ങൾക്ക് പൊളിറ്റിക്സിന്റെ എല്ലാ A to Z കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ എന്താണ് പുതുതായി കേൾക്കുന്നതാണ്, ഇതിനെ ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, 20 ചാപ്റ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ, അതോ പേടിക്കണോ, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ മറക്കേണ്ട മക്കളെ, ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കയറിയിട്ട് ലിങ്ക് ഉണ്ടായിരിക്കും, ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ടോളൂ. ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ എത്തിക്കോളൂ. അപ്പൊ മറക്കരുത്, ജൂലൈ 13ാം തീയതി തിങ്കളാഴ്ച കൃത്യം 7 മണിക്കാണ്. നിങ്ങൾ മാത്രമല്ല, ഇതേപോലെ നിങ്ങളെപ്പോലെ തന്നെ മേപ്പെട്ട് നോക്കി നിൽക്കുന്ന എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ വിചാരിച്ച് പൊളിറ്റിക്സ് എന്താണ്, എന്തിനെ പറ്റിയിട്ടാണ് പഠിപ്പിക്കുന്നത്, അതൊക്കെ പറയാൻ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് ഇതൊന്ന് മാക്സിമം അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ഈ ലിങ്കിൽ ഫോമിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച കൃത്യം ജൂലൈ 13ാം തീയതി 7ാം തീയതി വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം വെബിനാറിലൂടെ. താങ്ക് യു.